ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൂട്ടിലടക്കാവുന്ന കാര്യമേ വീണ വിജയന്റെ കാര്യത്തിൽ ഇടിക്കുള്ളൂ എന്നിരിക്കെ സകല പഴുതുകളും അടച്ചിട്ട് മാത്രമേ ഞങ്ങൾ പക്ഷേ ആ അറസ്റ്റ് നടത്തൂ എന്നാണ് ഇ.ഡി. തീരുമാനിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് SFIOയെ ഇറക്കി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചും രഹസ്യ ലോക്കർ തുറന്നും തുറക്കാവുന്ന മറ്റെല്ലാ ഇടങ്ങളും തുറന്നുകൊണ്ട് ഇ.ഡി. അവരുടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടേക്ക് കോടതി സകല പച്ചക്കൊടികളും കാണിച്ചതോടെ ഇ.ഡി. വാഹനത്തിന് ചീമുട്ടയും കല്ലും കട്ടയുമായി എറിഞ്ഞുകൂട്ടിയ സകല കമ്മിക്കൂട്ടങ്ങളെയും പിണറായിയുടെ വീടിന് മുന്നിലിട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടത് ഇന്നലെകളിലാണത്. ഇവിടെ ഇപ്പോൾ CPM അവരുടെ പാർട്ടി പ്ലീനറി കമ്മിറ്റി ഇന്ന് അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. ഇവിടെ പിണറായിയുടെയും ഗോവിന്ദൻ്റെയും ചീട്ട് കീറുമോ എന്നാണിപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. MA ബേബിയെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് സകലർക്കും അറിയാം. പക്ഷേ അണികൾ കൊടുക്കുന്ന സമ്മർദ്ദത്തിന് വഴങ്ങി MA ബേബി ഒടുവിൽ പിണറായിക്ക് റെഡ് സിഗ്നൽ കൊടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് അന്വേഷണം കടന്നിരിക്കുകയാണ്. അവിടെയാണ് സകല പഴുതും അടച്ച് SFIO വീണക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ചു കടന്നുപോയ മാസപ്പടി വിവാദം അതിൻ്റെ ഏറ്റവും നിർണായകവും എന്നാൽ പിണറായി വിജയനും മകൾ വീണ വിജയനും CPMനും ഒട്ടും പ്രതീക്ഷിക്കാത്തതുമായ ഒരു വൻ തകർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണത്. ഇത്രയും നാൾ രാഷ്ട്രീയാരോപണം എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ച CPMൻ്റെ കോട്ടകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തകർക്കുന്ന അതിശക്തമായ നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് അഥവാ CMRL കമ്പനി അതിൻ്റെ ഉടമ ശശിധരൻ കർത്തയ്ക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടയിലിനും നേരെ ED തങ്ങളുടെ വലക്കണ്ണികൾ മുറുക്കുമ്പോൾ അത് കേവലം ഒരു ചോദ്യം ചെയ്യലിൽ ഒതുങ്ങുന്നതല്ല. മറിച്ച് ഈ മൂവർ സംഘത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അടിത്തറയിളക്കുന്ന വൻ തിരിച്ചടിയായി അത് മാറിയിരിക്കുന്നു. തിടുക്കം കൂട്ടി സമൻസ് അയച്ച് വീണയെയും കർത്തയെയും വിളിച്ചു വരുത്തുന്നതിന് മുൻപ് അവർക്ക് നിയമത്തിൻ്റെ ഒരു ചെറിയ പഴുതുപോലും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അതീവ രഹസ്യവും ഡിജിറ്റലുമായ തെളിവുകൾ ശേഖരിച്ച് വലിഞ്ഞു മുറുകുന്ന കെണിയാണ് ED ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ കേസിൽ പിണറായി വിജയനും CPMനും ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഈ വൻ കൂട്ടുകെട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രേരിതമെന്ന് വിളിച്ച് ജനങ്ങൾക്കിടയിൽ സഹതാപം പിടിച്ചുപറ്റാൻ CPMന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ മാത്രം അന്വേഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഏജൻസിയായ SFIO എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ മാരകമായ തെളിവുകളാണ് ED ഇപ്പോൾ തങ്ങളുടെ ആയുധമാക്കിയിരിക്കുന്നത്. കോടതിയുടെ പ്രത്യേക അനുമതിയുടെ SFIO ശേഖരിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള എല്ലാ സാമ്പത്തിക ഇടപാട് രേഖകളും ഡിജിറ്റൽ ഫയലുകളും ED സ്വന്തമാക്കി കഴിഞ്ഞു. എക്സാലോജിക്കും CMRLും തമ്മിൽ യാതൊരു സേവനവും നൽകാതെ നടത്തിയ കോടികളുടെ പണമിടപാട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ഡിജിറ്റൽ ഒപ്പുകളും അടങ്ങുന്ന ഈ ഫയലുകൾ EDയുടെ കൈകളിൽ എത്തിയതോടെ വീണ വിജയൻ്റെ പ്രതിരോധങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. തെളിവുകൾ അത്രമാത്രം ശക്തവും ശാസ്ത്രീയവുമായതുകൊണ്ട് തന്നെ കോടതിയിൽ പോയി ഇതിൽ നിന്നും സ്റ്റേ വാങ്ങാനോ രക്ഷപ്പെടാനോ ഇനി വീണയ്ക്കോ കർത്തയ്ക്കോ സാധിക്കില്ല. ഈ കേസിൻ്റെ തുടരന്വേഷണം ഇപ്പോൾ അതിൻ്റെ അതീവ നിർണായകമായ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ED എന്തുകൊണ്ടാണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തിടുക്കം കാട്ടാത്തത് എന്ന ചോദ്യത്തിനുള്ള വളരെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ റെയ്ഡുകളും രണ്ടാം ഘട്ടത്തിൽ പ്രാഥമിക വിവരശേഖരണവും നടത്തിയ ED മൂന്നാം ഘട്ടത്തിൽ ചെയ്യുന്നത് ഈ SFIO രേഖകളെ വിദഗ്ധരായ ചാർട്ടേഡ് അക്കൗണ്ടുമാരുമായും അതുപോലെ ഫോറൻസിക് ഓഡിറ്റർമാരുമായും വെച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയാണ്. എക്സാലോജിക് കമ്പനി വാങ്ങിയ പണം എങ്ങോട്ടൊക്കെ പോയി, അത് കള്ളപ്പണമായി വെളുപ്പിച്ചെടുത്തിട്ടുണ്ടോ, അതിൽ മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണമായ വ്യക്തത വരുത്തുകയാണ് ED. ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് വീണ വിജയൻ നടന്നു കയറുമ്പോൾ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മറുപടിയില്ലാത്ത ചോദ്യങ്ങളും നിഷേധിക്കാൻ കഴിയാത്ത രേഖകളും മാത്രമായിരിക്കും ഉണ്ടാവുക. നിയമപരമായ ഒരൊറ്റ പഴുതുപോലും പ്രതിഭാഗത്തിന് നൽകാതെ പൂർണ്ണമായി പൂട്ടി അഴിക്കുള്ളിലാക്കുക എന്ന കേന്ദ്ര ഏജൻസിയുടെ ഈ തന്ത്രപരമായ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്.